കയർ പരമ്പരാഗത വ്യവസായങ്ങൾ കേരളത്തിന്റെ ഏറ്റവും പ്രൗഢിയായിരുന്നു. വിശേഷിച്ച് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കയറിന്റെ റാട്ടുകളുടെ ശബ്ദം കേട്ട് ഉണർന്ന പാരമ്പര്യമായിരുന്നു ഈ പ്രദേശത്തുള്ളവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കയർ മേഖലയെ പരമ്പരാഗത മേഖല മുഴുവൻ തടയുന്നത് പോലെ അതിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ സംരക്ഷിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കാത്തതിന്റെ പേരിൽ ഇന്ന് അപൂർവമായി മാത്രമേ കയർ റാട്ടുകളുടെ ശബ്ദം ഈ നാട്ടിൽ കേൾക്കുന്നുള്ളൂ. കയർ കശുവണ്ടി പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണം കാരണം അങ്ങേയറ്റം ശോഷിച്ച അവസ്ഥയിലായിപ്പോയി. ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഇപ്പോഴും അനുകൂലമായ നിലപാടുകൾ, തൊഴിലാളികളെ സംരക്ഷിക്കുന്ന സാഹചര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നില്ല. മിനിമമായ തൊഴിൽ സാധ്യത, നമുക്കറിയാം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. പരിമിതമായ വരുമാനം മാത്രമുള്ള കയർ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഈ സൊസൈറ്റികളൊക്കെ നടത്തുന്ന പ്രിയപ്പെട്ടവർക്ക് അതിനാവശ്യമായ സാഹചര്യങ്ങൾ, കയർ ഉണ്ടാക്കാൻ ആവശ്യമായ അതിന്റെ തൊണ്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. എല്ലാ മേഖലയിലും കശുവണ്ടി വ്യവസായത്തെ പൂർണ്ണമായി തകർത്തിരിക്കുക, ഫാക്ടറികൾ അടഞ്ഞിരിക്കുക. 850 ഫാക്ടറികൾ ഉണ്ടായിരുന്നതാ. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കുന്നില്ല, ESI ആനുകൂല്യം കിട്ടുന്നില്ല. കാരണം 78 ഹാജർ ഉണ്ടെങ്കിൽ മാത്രമേ ESI ആനുകൂല്യം കിട്ടത്തുള്ളൂ. അതിനൊക്കെ കൂലി കൊടുക്കുന്നില്ല. ഈ LDF സർക്കാർ വന്ന 10 വർഷക്കാലത്തിനിടയിൽ ബോണസ് കുറച്ചു, അവരുടെ DA കുറച്ചു, അതുപോലെ ശമ്പള വർധനവ് 10 വർഷക്കാലത്തിന് ആകെ 2 തവണയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ഒരു സർക്കാർ.